ഒരാൾ ഇനി മണിപ്പൂർ മിസോറാം ഈ സംസ്ഥാനത്തേക്ക് വരാൻ നിൽക്കണം കേട്ടോ. ഇതാണ് അവസ്ഥ. ഇതിപ്പോൾ മിസോറാമിൻ്റെ റോഡാണ്. Rajurai. Zoram Tanah. Mizoram Deltok Zoram Tanah. Zoram Tanah. നമ്മൾ രണ്ട് കടല പാക്കറ്റ് അങ്ങോട്ട് ചായ ഉണ്ടാക്കിയിട്ട് വന്നിരുന്നു. അപ്പോൾ ബായ് അവൻ്റെ വീഡിയോ എടുക്കുക കാരണം അവരെ. ഓക്കെ Thank you. ഓക്കെ ബൈ. നാം റാം. സഹ എന്ത് ഞാൻ ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഇട്ടാ പുറത്ത്. ഇവിടെ എന്തൊക്കെയോ പണിയിലാണ് ഇവിടെ ഉള്ളവരൊക്കെ. എന്തൊക്കെയോ വെട്ടിയ വായപ്പിണ്ടിയല്ലേ ഇത്. വില്ലേജ് വൈബ്സിന് മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മണിപ്പൂർ മിസോറാം ബോർഡറിലാണ്. ഇന്നലെ രാത്രി നമ്മളിവിടെ എത്തിപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ ടെൻ്റ് അടിച്ച് എവിടെയായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ കണ്ടവർക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ടെൻ്റൊക്കെ മടക്കി വിടുന്നു. ഇപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളെ കാണാൻ വേണ്ടി രണ്ടാളൂടെ വന്നിട്ടുണ്ട്. ബായ് ഞാൻ പോലോ. गणेश नाथ आई एम फ्रॉम असम आपका मैं कलकत्ता का हूँ असम कोलकाता ये मिजोरम और मणिपुर बॉर्डर है. ആ കഴിഞ്ഞ വീട്ടിൽ ലാസ്റ്റ് കാണിച്ചിരുന്നു നമ്മൾ ടെൻ്റ് ഇട്ട സ്ഥലം. ഇതാ കാണുന്ന അവിടെ ഒരു പാലുണ്ട്. ആ പാലത്തിനപ്പുറം മിസോറാമാണ്. മിസോറാമിൽ ഒരു 5 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ എൻ്റെ റോഡ് നന്നാവുന്ന പറഞ്ഞു. ഇന്നലൊക്കെ വന്ന അവസ്ഥ തന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ കാണാത്തവരുണ്ടല്ലോ. ആ വീഡിയോ കയറി കാണാം. റോഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിവിടെ ടെൻ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ ടെൻ്റൊക്കെ മടക്കി സെറ്റായി നല്ലൊരു അടിപൊളി ഫ്രെയിം ഇട്ടാ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് പോവാണ്. ഇന്നലെ പട്ടിണിയായിരുന്നു. ക്രിസ്മസ് ആയിരുന്നു ഇന്നലെ. ഭക്ഷണം കിട്ടിയിട്ടില്ല. രാത്രി നല്ല തണുപ്പും രാവിലെ വേർത്തുകൊണ്ട് ഉണർന്നു. അപ്പോൾ സമയം 10 മണിയായി ചെയ്തേക്കാണ്. നമ്മളെന്തായാലും ഇവിടുന്ന് നമ്മുടെ യാത്ര തുടരുകയാണ്. ഈ കാണുന്ന പാലത്തിനപ്പുറം മിസോറാം ആട്ടോ. അത് നല്ല തെളിഞ്ഞ വെള്ളമാണ് താഴെ കൂടി ഒഴുകുന്നത്. ഇറങ്ങാനൊരു വഴി ഇല്ലാണ്ട് ഇല്ലെങ്കിൽ കുളിക്കായി നോക്കും. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ചെറിയ ഹൈവേ ആയിട്ട് തോന്നുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ റോഡാട്ടോ. ഹൈവേ തന്നെയാണ് ഇത്. ഇവിടെയൊക്കെ നല്ല റോഡ് എന്ന് പറഞ്ഞിരുന്നല്ല. ഞങ്ങൾ കയറി വന്ന അവസ്ഥ കാണുകയാണെങ്കിൽ ഇന്നലെ ക്രിസ്മസ് ആയിരുന്നേ. അത് കഴിഞ്ഞ കാരണം ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇന്ന് ഫുള്ള് കടകളാണ് അവധിയാണ്. ഒരു പമ്പുണ്ട് 4 കിലോമീറ്റർ കഴിഞ്ഞാൽ പെട്രോൾ ഇത് അടിയിലെത്തിക്കുന്നത്. നമ്മൾ ഇന്നലെ കുപ്പിയിൽ കഴിഞ്ഞ് ഒഴിച്ചതായിരുന്നു പെട്രോൾ 130 റുപ്യക്ക്. ഒരാൾ ഇനി മണിപ്പൂർ മിസോറാം ഈ സംസ്ഥാനത്തേക്ക് വരാൻ നിൽക്കണം കേട്ടോ. ഇതാണ് അവസ്ഥ. ഇതിപ്പോൾ മിസോറാമിൻ്റെ റോഡാണ്. എത്ര കിലോമീറ്ററാണ് ഈ ഓഫ് റോഡ് വന്നതെന്ന്. വീഡിയോ എടുക്കാനും വ്ളോഗ് ചെയ്യാനുള്ള മൂഡ് തന്നെ പോയി.
രാവിലെ ടെൻ്റ് അടിച്ച് അവിടുന്ന് തുടങ്ങിയ റോഡിൻ്റെ അവസ്ഥയാണ്. രാത്രി റൂം എടുക്കുന്ന അതുവരെ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ റോഡ് ഇത് രാവിലെ മുതൽ ഷൂട്ട് ചെയ്തതാണ്, രാത്രി വരെ ഷൂട്ട് ചെയ്ത കാഴ്ചകളാണ്. അപ്പോൾ ആ റോഡിൻ്റെ അവസ്ഥകളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വ്ളോഗ് ചെയ്യാൻ വരെയുള്ള മൂഡുണ്ടായിട്ടില്ല. ജസ്റ്റ് കോപ്പറമ്മ റെക്കോർഡ് ചെയ്ത് കണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്താണ്. റോഡിൻ്റെ അവസ്ഥ ഒന്ന് കാണാം. അതിന് ശേഷം നല്ല നല്ല വിഷ്വലുകൾ വരുന്നുണ്ട്. നമുക്ക് റൂം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് തപ്പി. ഈ ടൗണിലൊന്നും റൂമില്ല. അങ്ങനെ നമ്മൾ കിടന്ന് അലയണൊരു സമയമായിരുന്നു. കാരണം നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റില്ല, അത്രത്തോളം പൊടി നമ്മളെ മേത്ത് കയറിയിട്ടുണ്ട്. കുളിക്കൽ നിർബന്ധമായിരുന്നു. റൂം അന്വേഷിച്ചിട്ട് എവിടെയും കിട്ടുന്നില്ല. ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനൊരു ടൗണിൽ തന്നെ നമ്മൾ എത്തിപ്പെട്ട. അതുവരെ ഇങ്ങനെ മലഞ്ചെരുവ് കൂടി ഓഫ് റോഡിലൂടെയുള്ള യാത്രയായിരുന്നു. പിന്നെ ക്രിസ്മസ് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായ കാരണം തന്നെ പല സ്ഥാപനങ്ങളൊക്കെ ലീവ് ആയിരുന്നു. അതിൻ്റെ ശേഷം നമ്മൾ മറ്റൊരു ടൗണിലെത്തി. അവിടെ നമുക്ക് റൂം അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇവിടെയുള്ള റാം എന്ന് പറഞ്ഞ ഒരു ഏട്ടൻ ഞാൻ റൂമുള്ള സ്ഥലം കാണിച്ചു തരാം. അവിടെ നിന്ന് ഉണ്ടോയെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാറുണ്ട്. മൂപ്പര് ഞങ്ങളെ കൂടെ വരിക കേട്ടോ. Naam, Moya. You can call me Rama. Rama. Yeah. My own name is difficult thought. Yeah. Oh. നാം റാം. Rama. റാം Saga. സഹ. ഒടുവിൽ ഞങ്ങൾക്ക് ഇവിടെ റൂം കിട്ടി. ഇവിടുത്തെ ചേച്ചി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഭക്ഷണം കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നല്ല വിശപ്പിട്ട് വരുമ്പോൾ ചേച്ചി ഉണ്ടാക്കി തന്നതാണ്. ഇന്നലെ രാത്രിക്ക് ശേഷം ഇന്ന് മുതൽ നമുക്ക് ശരിക്കും വ്ളോഗായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ കണ്ടതാണ് നമ്മൾ വന്ന അവസ്ഥ. നമ്മൾ ഇന്നലെ രാത്രി എത്തിപ്പെട്ട സ്ഥലമാണിത്. സെയ്ത്വാൾ എന്ന് പറഞ്ഞ സ്ഥലം, മിസോറാമിലെ. നമ്മളിവിടെ റൂം എടുത്ത് നമുക്ക് 800 റുപ്യക്ക് റൂം കിട്ടിയത്. കുളിച്ച് ഫ്രഷായി വണ്ടിയൊക്കെ കൈകിട്ട് ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. നല്ല ക്ഷീണം, ഡ്രസ്സൊക്കെ ഇറക്കിയിട്ട് ഇന്ന് രാത്രി വന്നേക്ക് വണ്ടിയൊന്ന് കൈകിട്ട് എന്താ അവിടെ നമ്മൾ റൂം എടുത്ത് കിട്ടാ. TVS ഡയമണ്ട് ലോഡ്ജ്. നല്ല മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മളെടുത്ത റൂമിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത് ചുടുവെള്ളം എടുക്കാൻ വേണ്ടി ഒരു പൈപ്പ് തിരിച്ചിട്ടുണ്ട്. ഇവിടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. നമ്മളെടുത്ത റൂമിൽ നിന്നുള്ള വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ റൂം. വ്യൂ എന്ന് പറഞ്ഞത് ഇതാ. റൂമിൽ നിന്ന് കിട്ടുന്ന വ്യൂ ആട്ടെ ഈ കാണുന്നത്. നല്ല അടിപൊളി സ്ഥലം. നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണ്. കടകളൊക്കെ ഒന്നും അവധിയാണ്. പട്ടിണിയാവുന്ന തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഇറങ്ങാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു അവസ്ഥ. നല്ല അടിപൊളി സ്ഥലം. പക്ഷെ നമ്മൾ വേറെ എത്തിപ്പെടാനും ഫുഡ് കഴിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് മാത്രം നമുക്കൊരു മടുപ്പായിട്ടുള്ളത്. സൂപ്പർ, ഒന്നും പറയാനില്ല. അങ്ങനെ 2-3 ദിവസത്തെ ഓഫ് റോഡിന് ശേഷം നമ്മൾ നല്ല റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെ റോഡ് തന്നെ ആവും ഐസ്വാളിലേക്ക് ഉള്ളതെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ഏകദേശം 70 കിലോമീറ്റർ ഐസ്വാളിലേക്ക് ഉള്ള കേട്ടോ. ഏകദേശം 350 കിലോമീറ്റർ നമ്മൾ 2 ദിവസമായിട്ട് ഓഫ് റോഡാണ് വന്നിരുന്നത്. അതാണ് നമുക്ക് വ്ളോഗൊന്നും ചെയ്യാനൊരു മൂടുണ്ടാകാഞ്ഞത്. ഓഫ് റോഡ് മാത്രമല്ല, അത്രയും പൊടി മണ്ണും നമ്മൾ തിന്ന മണ്ണിനൊന്നും ഒരു കണക്കില്ല. ഭക്ഷണം നമുക്ക് കിട്ടുന്നില്ലെങ്കിലും നമ്മൾ മണ്ണ് തിന്ന് വയറ് ഇറച്ചിക്കുന്നു. ഇനി നല്ല റോഡാണെന്നാണ് പറഞ്ഞത്. ഐസ്വാൾ പോവുക, ഒന്നുകിൽ ഐസ്വാളിൽ സ്റ്റേ എടുക്കും, ഇല്ലെങ്കിൽ അവിടുത്തെ കാഴ്ച കണ്ടിട്ട് മിസോറാം പോയി നമ്മൾ ത്രിപുര പോകും. അത് കഴിഞ്ഞ് നമ്മൾ പോണത് പിന്നെ ആസാം നമ്മൾ കറങ്ങി കണ്ടതാണ്. ആസാം വഴിയാണ് നമുക്ക് സിക്കിം പോകേണ്ടത്. സിക്കിമിലേക്ക് നമ്മൾ എത്തും. കണ്ടില്ല, കടകളൊക്കെ അവധിയാണെന്നും. ഗൂഗിൾ പേ ആണ് ഇവിടുത്തെ ഒരു മെയിൻ ടൗണിൽ ഇപ്പോൾ നമ്മൾ എത്തിക്കണേ. പക്ഷെ ഇവിടെ ഒന്നും പൊടി. രണ്ടാമത് ഇവിടുത്തെ ഒരു മെയിൻ ടൗണിൽ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഒന്നും കടകൾ തുറന്നിട്ടില്ല. ഉണ്ടാവും തോന്നുന്നില്ല. അതൊക്കെ ചർച്ച കഴിഞ്ഞ് വന്നാണ് ഇപ്പോൾ. കണ്ടില്ല നിങ്ങൾ, നമ്മളിപ്പോൾ എല്ലാം വണ്ടി അടക്കം കഴിഞ്ഞിട്ടാണ് റോഡ് പിന്നെ ഇതാ പൊടിയാണ്. ഇതൊരു കഷ്ടമെന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും ചർച്ചിൽ നിന്ന് പോകട്ടെ, കുർബാന കഴിഞ്ഞ് പോവാണ്. അപ്പോൾ ബക്കറ്റ് കിട്ടിയിരിക്കുന്നത് എല്ലാവരുടെ കയ്യിലും ബക്കറ്റ് ഉണ്ട് ചർച്ചിൽ നിന്ന്. എന്തെങ്കിലും ക്രിസ്മസ് സമ്മാനം എന്തെങ്കിലും ചർച്ചിൽ നിന്ന് കൊടുത്താണോ അറിയട്ടോ. റോഡ് ഇങ്ങനെ മോശമല്ല ഞാൻ മതി.
സമയം 11 മണിയായി. പച്ച വെള്ളമില്ലാത്തൊരു സാധനം വയറ്റിക്ക് എന്നിട്ടില്ല കേട്ടോ. അവിടെ ഒരു ഹോട്ടൽ തുറന്ന് വെച്ചിരിക്കുന്നു, പക്ഷെ അവിടെ ഗൂഗിൾ പേ ഒന്നുമില്ല. ഇവിടെ എന്താ അവിടെ ഉണ്ടാവുമോ? ഇവിടെയൊക്കെ ചർച്ചിൽ പോയി വന്നാണ്. ചോദിച്ചു നോക്കാം. ഇതുവരെ വീടാണോ എന്താണെന്ന് അറിയില്ല. ഒരു ഹോട്ടലുമാർക്ക് തുറന്ന് വെച്ചിരിക്കുന്നു. ചായ ഒക്കെ കുടിച്ച് ഇറങ്ങിയിട്ട് ചായയും നമ്മൾ ചിക്കൻ സാൻഡ്വിച്ചോട്ടാണ് കഴിച്ചത്. ഈ മിസോറാമിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇവിടെ എല്ലാ സ്ഥലത്തും റോഡ് സൈഡിൽ എല്ലായിടത്തും മൂത്രപ്പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലെ ഒരു മാതൃകയാക്കേണ്ട ഒരു സംഭവമാണ്. ഞാൻ റോഡ് സൈഡിൽ മൂത്രം കഴിക്കേണ്ട ആവശ്യമില്ല ആർക്കും. ഇതൊക്കെ ഇവിടെയൊക്കെ ഒരു ടോയ്ലറ്റാണ്. അതായത് പെണ്ണുങ്ങൾക്ക് മുദ്രയിക്കാം എല്ലാവർക്കും അതന്നെ. ഞാൻ അവിടുന്ന് കാണിച്ചു തരാം. നമ്മളെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം, നമ്മൾ ഇവിടെ മിസോറാമൊക്കെ എത്തിപ്പെടുന്ന റോഡ് കുറച്ച് മോശമായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് ഇപ്പോൾ ടൗണ്, അതായത് ഇവരെ മെയിൻ കുറച്ച് ഫോക്കസ് ചെയ്യുന്ന സ്ഥലങ്ങളില്ല. അവിടുത്തെ റോഡൊക്കെ കുഴപ്പമില്ലാത്ത റോഡാട്ടോ. പക്ഷേ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടൊരു സംഭവം തന്നെ, മിസോറാം നല്ല മേഘാലയ പോലെ നല്ല വൃത്തിയാണ്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോയ്ലറ്റുകൾ, ഇതൊരു ടോയ്ലറ്റ് അവിടെ തന്നെ. നമ്മൾ ഈ ലോങ് യാത്രയിൽ നമ്മൾ ആണുങ്ങൾക്കൊക്കെയാണ് റോഡ് സൈഡിൽ ഇറങ്ങി മൂത്രയിക്കാം. റോഡ് സൈഡിൽ ഇറങ്ങി മൂത്രയിച്ചാൽ അത് പുറത്ത് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇവിടെ എല്ലാത്തിനും സൗകര്യം, സ്ത്രീകൾക്ക് വരെ മൂത്രയിക്കാൻ പറ്റിയ സംവിധാനം. അത് നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിലും വരണം. ഇത് 1-2 ഒരു 300 മീറ്റർ കഴിഞ്ഞനുസരിച്ച് ഇതുപോലെ ടോയ്ലറ്റുകൾ റോഡ് സൈഡിലുണ്ട് കേട്ടോ. ശരിക്കും നമ്മളെ നാട് മാതൃകയാക്കേണ്ട ഒരു സംഭവമാണിത്. ഞാൻ ഇതാ വീഡിയോസ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു 400 മീറ്റർ സഞ്ചരിച്ചിട്ടില്ല, വീണ്ടും ഇത് അടുത്ത ടോയ്ലറ്റ്. ശരിക്കും നമ്മളെ നാട് മാതൃകയാക്കേണ്ട ഒരു സംഭവമാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. നമ്മളിപ്പോൾ മിസോറാമിലെ സെല്ലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഐസ്വാളിലേക്ക് 37 കിലോമീറ്റർ ഉള്ളത്. ആസാമിലെ ഗുവാഹത്തിക്ക് 496 കിലോമീറ്റർ. നമ്മൾ നേരെ ഗുവാഹത്തിയല്ല പോകുന്നത്. നമ്മൾ ഐസ്വാളിലെ കാഴ്ച കണ്ടിട്ട് നമ്മൾ ത്രിപുര പോകാണ്ട് നമുക്ക് അതിന് ശേഷം നമ്മൾ ആസാം പോയി സിക്കിമിലേക്ക് പോവുള്ളൂ. ഇവിടുത്തെ ബസ് സർവീസ് ആട്ടത് ഐസ്വാൾ സിറ്റി ബസ്. വേറെ നമ്പറാണ്. പക്ഷെ ഇന്ന് ബസ്സൊന്നും ഓടുന്നില്ല. ക്രിസ്മസിൻ്റെ അവധിയാവുമെന്ന് വിചാരിക്കുക. എല്ലാം അതാ പാർക്ക് ചെയ്തിട്ട്. ചെറിയ ബസ്സാട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ വലിയ ബസ്സുകളൊന്നുമല്ല. നമ്മളെ മുന്നിൽ ഒരു വലിയ ടൗണ് കാണുന്നുണ്ട്, അത് ഐസ്വാളാണ്. ഐസ്വാളിലേക്ക് നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ 8 കിലോമീറ്റർ ഇനി ഇവിടുന്നുണ്ട്. മുന്നിൽ വലിയൊരു ടൗണ് കാണുന്നതാണ് മലനിരകൾക്ക് മുകളിൽ. റോഡ് കണ്ട വീണ്ടും മോശമായിട്ട് ഇവിടെ. നമ്മുടെ യാത്ര നമ്മളിതാ ഐസ്വാളിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 കിലോമീറ്റർ ഐസ്വാളിലേക്ക് ഉണ്ടാവുള്ളൂ. ആ ബിൽഡിങ്ങിൻ്റെ ആ മലൻ്റെ മുകളിലൊക്കെ ഉള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. ക്രിസ്മസ് അവധി അതുകൊണ്ട് തന്നെ റോഡ് കൂടി യാത്ര ചെയ്യാൻ നല്ല സുഖമുണ്ട്, വണ്ടി തിരക്കില്ല. എല്ലാം അടച്ചു പൂട്ടിയ മിസോറാമിൻ്റെ തലസ്ഥാനം ഇട്ടാ. ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ. നോക്കുക, ഒരു കടിയില്ല. ഇത് ഐസ്വാൾ എന്ന് പറഞ്ഞത് മിസോറാമിൻ്റെ തലസ്ഥാനമാണ്. ഫുള്ള് ക്ലോസ്. ഇപ്പോൾ നമ്മൾ ഐസ്വാളിൽ നിന്ന് തിരിച്ചിറങ്ങി ഇതാ നമ്മൾ ത്രിപുരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ. മലയോരം തന്നെയാണ്, പക്ഷെ കുറച്ചൊക്കെ ഒരു എന്താ പറയുക സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഇറങ്ങും, പിന്നെയും മല കയറും, പിന്നെയും താഴേക്ക് ഇറങ്ങും, പിന്നെയും മല കയറും. നമ്മുടെ ഇടതുഭാഗത്ത് നമ്മൾ വരുമ്പോൾ കണ്ടിരുന്ന ഏഷ്യൻ ഹൈവേൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റോഡൊക്കെ ഓപ്പണായാൽ നല്ല സുഖമാണ് ഇവിടേക്കൊക്കെ വരാൻ. ഇവിടെയൊക്കെ ഏഷ്യൻ ഹൈവേയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കട്ടെ. അതിൻ്റെ ഒരു ബ്ലോക്കാണ്. ലോറി എന്താ നിർത്തിയതാണ് അങ്ങനെ, അതവിടുന്ന് വണ്ടി വന്നിട്ട് ബ്ലോക്ക് ആക്കിയിട്ടാണ്. നല്ലൊരു കിടിലം പാലം വരുന്നുണ്ട് ഇവിടെ. ഇതാണ് പ്രശ്നം, ഇത് മാത്രം നമുക്ക് പറ്റാത്തത്. ഓഫ് റോഡ് സഹിക്കാം, പൊടി. ടണലുണ്ടാക്കാണ്ടാവും ഇവിടെ. അവർ അതന്നെ സംഭവം തന്നെ. ഇവിടെ ഒരു ടണലിൻ്റെ വർക്കിന് സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ പാലം ഇവിടുന്ന് അങ്ങനെ തുരങ്കം ഉണ്ടാക്കിയിട്ട് വേണം അപ്പുറത്തേക്ക് വരണ്ട. അത് ഇവിടെ ഒരു പാലം ഇങ്ങനെ ഉണ്ടാക്കൂലല്ലോ. ശരിക്കും ആദ്യം ഈ ടണലിൻ്റെ വർക്ക് നടക്കേണ്ടി വരില്ല.
അതിന് ഫ്രെയിം കൊടുക്കാറ്. അതൊരു തൂക്കുപാലാടാ. ഇത് തൂക്കുപാലമായിരിക്കട്ടെ കണ്ടിട്ട്. ഹാങ്ങിങ് ബ്രിഡ്ജ്. റോഡുകൾ വീണ്ടും മോശമായി തുടങ്ങുകയാണ്. റോഡ് വർക്ക് നടക്കണ മോശമാണോ ഇവിടുന്ന് മൊത്തം ഇങ്ങനെ ആവുമെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും ഇനിയൊരു പൊടി തിന്നാൻ വയ്യ. ഇതൊക്കെ ഇവിടെ ടോയ്ലറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പൊളിഞ്ഞിക്കണം. പലതും വൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. പക്ഷെ നമുക്ക് പോയിക്കൂടെ ബൈക്കായതുകൊണ്ട്. അവിടുന്ന് 2 വണ്ടി വരുന്നുണ്ടെങ്കിലും കൂടിയിട്ട് വീണ്ടും നമ്മൾ ഒരു പാലം ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ഈ പാലത്തിൽ കൂടി ഒരു സമയം ഒരു വാഹനം പോകുള്ളൂ. നമുക്ക് ബൈക്കായതുകൊണ്ട് നമുക്ക് പോകാം. ഡെയിലി ബ്രിഡ്ജ് ഇനി നമുക്ക് കൊടുക്കാടാ ജീനോ കൊടുക്കാം. മൂത്രമൊക്കെ വേണ്ടി ഒന്ന് വണ്ടി നിർത്തിയാട്ടോ. അപ്പോൾ ഒരു നല്ലൊരു കിടലൻ നദി ഉണ്ട് നമ്മളെ താഴെ. ആ വെള്ളത്തിൻ്റെ കളറൊക്കെയാണ്. അത്യാവശ്യം ആയം കിട്ടാണ് നദി. എന്താ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. ഒരു ചെറിയൊരു വീട് മാറിയ സംഭവം അതവിടെ. എനിക്ക് നമ്മളിനി ഒരു വനമേഖലയിലേക്ക് കിടക്കുകയാണോ സംശയം കിട്ടാ. റൂട്ട് കണ്ടിട്ട് മാപ്പൊന്ന് സെർച്ച് ചെയ്താലേ മനസ്സിലാവുള്ളൂ. പക്ഷേ നെറ്റ്വർക്ക് ഇല്ല. ഒരു സഫാരിൻ്റെ ഫോറസ്റ്റിൻ്റെ സഫാരിക്ക് കൊണ്ടൊരു വാനാണ്ട് പോകുന്നു കണ്ട് നമ്മൾ ഇവിടുന്ന്. നമ്മൾ പറഞ്ഞത് കറക്റ്റായിരുന്നു. ലങ്പൂയ് ഫോറസ്റ്റ് റേഞ്ച്, മമീത് ഫോറസ്റ്റ് ഡിവിഷൻ സ്റ്റാർട്ട്. അയ്യോ എന്തെങ്കിലുമൊക്കെ ഒരു വന്യവൃത്തിന് കിട്ടുമോ നോക്കാം നമ്മൾ ത്രിപുരയൊക്കെ പോകുന്ന വഴിക്ക് ഞാൻ പോലോ राजू राय जोराम टाना मिजोरम देलदोक जोराम टाना നമ്മൾ രണ്ട് കടല പാക്കറ്റ് അങ്ങോട്ട് ചായ ഉണ്ടാക്കിട്ട് വന്നിരുന്നു. അപ്പോൾ ഭായി അവൻ്റെ വീഡിയോ എടുക്കുക കാരണം അവരെ. ഓക്കെ താങ്ക് യു ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ബൈ. Mamit district is so far. Okay, I'm going to Mamit, but so far. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റേ എടുക്കാൻ ടെൻ്റ് എടുക്കാൻ. ഓക്കെ താങ്ക് യു. ടെൻ്റ് എടുക്കാൻ ഇവിടെ പെട്രോൾ പമ്പൊക്കെ ഒരുപാട് 80 കിലോമീറ്റർ പോകണം. ഇതൊരു മലയോരാണ്. സ്റ്റേ എടുക്കാൻ ഫുഡ് കിട്ടണില്ല. ഈ ക്രിസ്മസിൻ്റെ അവധിയാണ് പറഞ്ഞ കാരണം സ്റ്റേ എടുക്കാനും റൂമൊന്നും കിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേൻ്റെ ഇതുണ്ട്, പോയി നോക്കാറുണ്ട്. ഇപ്പോൾ അതാ ഒരാൾ ബൈക്കുമ്പോൾ കൊണ്ടുപോയിട്ടാണ്. ഇവിടുത്തെ ഒരു ഭാഷ ഭയങ്കര ഇഷ്ടമാണ്. ഹിന്ദി ഇംഗ്ലീഷും അല്ല, ഇവിടുത്തെ ഒരു ഭാഷ ഉണ്ട്. ആ ഭാഷയാണ് സംസാരിക്കുന്നത്. അത് നമുക്ക് കിട്ടണമില്ല. എന്താ പറഞ്ഞു വെച്ചാൽ അത് മനസ്സിലാവില്ല. നമുക്ക് ആണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല, അവർ ഇങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോൾ സമയം 5:45 പക്ഷേ ഇരുട്ട് നല്ല ഇരുട്ടായിക്കണ്. നമ്മൾ അങ്ങനത്തെ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുടുങ്ങും അവിടെ. അവിടുന്ന് ഇവിടെ റൂമുണ്ട് വരട്ടെ അങ്ങോട്ട് കൊടുക്കുന്നത്. ഇവിടെ ഉള്ളവർക്കാണ് ഇവിടെ റൂമുള്ള അറിയണില്ലാത്ത തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നേരത്തെ വന്നതാണ് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഒരു ഗ്ലാസ് ചായ അടിച്ചാണ് പോയതാണ്. ഇവിടുത്തെ ചേച്ചിക്കാണെങ്കിലോ ഇവിടുത്തെ ഭാഷ അല്ലാത്തൊരു ഭാഷയും അറിയില്ല. അപ്പം ഞങ്ങളെ കൊടുന്ന ഞങ്ങളെ ലാസ്റ്റ് എത്തിച്ചത് എവിടേക്കാന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്ഥലത്താട്ടാ. ഇത് ഇവിടുത്തെ എന്തൊരു വയ്യമ്മ പറഞ്ഞൊരു പ്രസിഡൻറ്റിൻ്റെ വീടാണിത്. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം നമ്മോട് പറഞ്ഞ് നിങ്ങൾ ഇവിടെ കിടന്നോളി, ഇവിടേക്ക് റൂം കിട്ടൂല, ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ ഇവിടെ കിടന്നോളി, നിങ്ങൾക്ക് ഭക്ഷണം ഇവിടെ ഉണ്ടായി തരാറുണ്ട് ഈ സ്ഥലത്താട്ടോ. അപ്പോൾ നമുക്കൊരു ചടപ്പ് എന്താ സംഭവം എന്നൊരു ഐഡിയ ഇല്ലാണ്ട് അപ്പോൾ ഞങ്ങൾ മുകളിൽ ടെൻ്റ് അടിച്ചോളാം ഞങ്ങൾ കയറുന്നത്. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ ടെൻ്റ് എടുക്കാൻ ടെൻ്റ് അടിച്ചോളി, അല്ലെങ്കിൽ ഈ സോഫയിൽ ഇവിടെ കിടന്നോളി. ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ബാത്റൂമാണ്. പിന്നെ ഇവിടെ നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു അടിപൊളി മനുഷ്യല്ലേ, ഒരു പ്രതീക്ഷിക്കാത്തൊരു ഇത്.
ജുനു പറഞ്ഞാൽ നമുക്ക് മുകളിൽ ടെൻ്റ് അടിക്കല്ലായിരുന്നു, പക്ഷേ ഇവിടെ തണുപ്പുണ്ട്. അപ്പോൾ സോഫയിൽ കിടന്ന് പുതച്ച് മൂടിയിട്ടാണ് കിടക്കുക. നാളെ കുറച്ച് നേരത്തെ എണീക്കേണ്ടി ഇരുന്നുള്ളൂ. ഒരു ഇവിടുന്ന് ചർച്ചിക്ക് പോയതാട്ടാ. ചർച്ച് ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടാകാൻ കാണിച്ചു തരാം. ആ കാണാനാണ് ചർച്ച്. ചർച്ചിലേക്ക് പോയിട്ടുണ്ട് അവർ. നമ്മളെ വണ്ടി അതവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഒരു ഇപ്പം എന്താണ് സംഭവിക്കുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ പോണ വഴിക്ക് സ്റ്റേ കിട്ടുമെന്ന് ഒരാൾ ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടൂല പറഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ കിട്ടാൻ സാധ്യത ഉണ്ട് എന്നാണ് അങ്ങോട്ട് കൊടുത്തതാണ്. ലാസ്റ്റ് നമ്മൾ വെട്ടി ആയി വന്ന വരവ് കണ്ടണോ വണ്ടികൾ നെഞ്ഞ് കാളിപ്പോയി. അപ്പോൾ അതാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്ന സ്ഥലം. ഞാൻ ഒരു ചർച്ച് പോയിട്ട് വരികയെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കാണിക്കണ്ട്. ഇപ്പം നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന ഭക്ഷണമാണ് ഈ സമയം കൊണ്ടത്. ഇതിനൊന്നും പറയാൻ വാക്കുകളില്ല നമുക്ക് അല്ലേ. എന്താ പറയേണ്ടത് നമുക്ക് അറിയണില്ല. നോക്കാൻ എന്തായാലും ഇത് കഴിക്കട്ടെ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇതാണ് പ്രസിഡന്റ് ലാൽ മങ്ങായി ഇതാണ് അവിടെ പേരിട്ടാ. ഒരു ചർച്ച് പോയതായിരുന്നു, തിരിച്ചെത്തിയാണ്. നമ്മളെന്തായാലും ഇവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചു. ടെൻ്റ് ഒന്നും ഇടണില്ല ഈ സമയത്ത്. നമുക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഭാഷ ഭയങ്കര വിഷയം. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറ്റണമായിരിക്കും തന്നെ ഒപ്പിച്ച് സംസാരിക്കട്ടെ. അതാണ് ഇപ്പോൾ സംസാരിക്കുന്നത് കാണാത്തത്. കാരണം മൊബൈലിട്ടോ വീഡിയോ എടുക്കുകയാണ്. താങ്ക് യു. ഇപ്പോൾ ഇവിടെ അതാ തണുപ്പായിട്ട് ഹീറ്ററൊക്കെ കൊടുക്കുന്ന വെച്ചിങ്ങനെ ഇട്ടാ. പക്ഷെ എൻ്റെ ശരീരത്തിന് അത്ര തണുപ്പ് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഹീറ്റർ ഇട്ടിട്ടുണ്ട്, പുറത്ത് ഇവിടെ തീ ഇട്ടിട്ടുണ്ട്. നമ്മളെ ജുനു തീൻ്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട്. ഇവിടെ കണ്ടിന്നല്ലേ ജുനുവിനെ. ഇത് വെള്ളാടാ എന്ത് ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഇട്ടാ. പുറത്ത് ഇവിടെ എന്തൊക്കെയോ പണിയിലാണ് ഇവിടെ ഉള്ളവരൊക്കെ. എന്തൊക്കെയോ വെട്ടി വായപ്പിണ്ടി അല്ലേ ഇത്? വായപ്പിണ്ടിയാണത്. എന്തോ ഒരു സാധനം വായപ്പിണ്ടിയാണോ സംശയമുണ്ട്. കാരണം ഇവിടെ കുറേ വായൊക്കെ കിടക്കുന്നത്. ചർച്ചിൽ എന്തോ ഒരു പരിപാടിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. Green papaya. ഇത് തന്നെ കേട്ടോ നമ്മളെ പപ്പായാണ് ഈ സാധനം. ഇത് വേവിക്കണം. ഇപ്പൊ ഇത് എന്തിനാ പന്നിക്ക് കൊടുക്കാനാണ്. കണ്ണൊക്കെ നാഗ പുക കയറി. പച്ചപ്പപ്പായ വേവിക്കണ്. കണ്ണിൽ മൊത്തം പുക കയറി. പന്നിക്ക് കൊടുക്കാനാണ് വേവിക്കണത് കേട്ടോ. ഒരു വെറൈറ്റി അനുഭവമല്ലേ ജുനോ. ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ ചർച്ചിൽ എന്താ പരിപാടി എടുക്കണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ എത്തിപ്പെട്ടൊരു സ്ഥലം. നമുക്ക് സ്റ്റേ കിട്ടിയില്ല. നമ്മൾ ലാസ്റ്റ് എത്തിയൊരു സ്ഥലം അത്. ഈ സ്ഥലത്ത് ഇതൊക്കെ യാത്ര കൊണ്ട് മാത്രമേ ഈ അനുഭവം കിട്ടുള്ളൂ. എന്ത് നല്ല മനുഷ്യന്മാരെന്ന് പറയാം. നമുക്ക് കുടിക്കാൻ ചായ കൊടുന്നു. പിന്നെ വേറൊരു സാധനം ഇട്ട ഞാൻ മൂപ്പര് കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് തന്നില്ല, പക്ഷേ ടേസ്റ്റ് പറ്റുന്നില്ല. എന്താ രാഗി കൊണ്ട് ഉണ്ടാക്കി എന്തൊരു സംഭവം. മധുരം ഇപ്പോൾ ഒന്നുമില്ല. ഇവിടെ കാണുന്ന പടം ഏതെന്നൊരു ടി വിയിൽ ടൊവിനൻ്റെ പടം ഡബ് ചെയ്ത് വേണ്ട. ടി വിയിൽ ടൊവിനൻ്റെ പടം പേര് കാണണ്ടേ മിസോറാമിൽ. ഒരു അടിപൊളി. ജുനുവിനെ എങ്ങനെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ട് ഈ അനുഭവം?